ദില്ലിയിലെ കനത്ത പരാജയത്തിന് ശേഷം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പിളരുന്നു എന്നുള്ള വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. വിശദമായ ഒരു ചർച്ചയും ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ അതിനെക്കുറിച്ച് നൽകിയിരുന്നു. ഇപ്പോൾ ആ വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് 30 MLA-മാർ രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പഞ്ചാബിൽ നിന്ന് വരുന്നത്. ഇവർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 117 അംഗ നിയമസഭയാണ് പഞ്ചാബിനുള്ളത്. നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് 92 MLA-മാരുണ്ട്. അതിൽ 30 MLA-മാരാണ് കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശ്രമം നടത്തുന്നത്. 58 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. കോൺഗ്രസിന് 28 സീറ്റാണുള്ളത്. BJP സംബന്ധിച്ച് കേവലം 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ തന്നെ കോൺഗ്രസുമായി ചേർന്ന് വിമത MLA-മാർ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ BJP പിക്ചറിലില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP കൂടി ചിത്രത്തിലേക്ക് എത്തുന്നു. കേവലം 2 MLA-മാരാണ് BJPക്ക് ഉള്ളത്. ഇവിടെ ഭഗവത് സിംഗ് മാൻ, അതായത് ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഉൾപ്പെടെയുള്ള MLA-മാർ BJPയുമായി, പ്രത്യേകിച്ച് അമിത്ഷായുമായി ഈ അടുത്ത കാലത്ത് അനവധി ചർച്ചകൾ നടത്തിയ വിവരങ്ങളും പുറത്തു വരുന്നു. ഭഗവത് സിംഗ് മാൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു നീക്കം ഇതിനിടയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു ട്വിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേവലം 2 MLA-മാർ മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് BJP സംബന്ധിച്ച് അതിൽ പുതുമകളൊന്നും തന്നെയില്ല. ഒരു MLA ഉള്ള മിസോറാമിൽ പോലും അവർ ഭരണത്തിലാണ്. ഏതായാലും അത്തരത്തിലൊരു നീക്കം കൂടി നടക്കുന്നു. കാരണം കഴിഞ്ഞ 1.5 മാസത്തിനിടയ്ക്ക് അനവധി തവണയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ അമിത്ഷായുമായി ചർച്ച നടത്തിയത്. ഏതായാലും ഇത് പിളരാനൊരു സാധ്യത ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും ഈ ഭഗവത് സിംഗ് മാനോടൊപ്പം നിൽക്കുന്ന MLA-മാരെ കൂട്ടി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമമാണ് മറ്റൊരു വഴിക്ക് നടക്കുന്നത്. ഇതിനിടയിൽ കേജ്രിവാൾ MLA-മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേജ്രിവാൾ പഞ്ചാബിലേക്ക് പോകും എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇതിനിടയിൽ കേജ്രിവാൾ ലുധിയാനയിൽ മത്സരിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു. ഏതായാലും കലങ്ങി മറിഞ്ഞ പഞ്ചാബ് രാഷ്ട്രീയം ആം ആദ്മിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ നിമിഷങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. ദില്ലിയിലെ കനത്ത പരാജയത്തിന് ശേഷം പഞ്ചാബിലുള്ള ഭരണം കൂടി പോകുന്ന അവസ്ഥ. ഏതായാലും മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോകുമോ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പഞ്ചാബ് രാഷ്ട്രീയം. കാരണം ഈ പിക്ചറിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിമിലേക്ക് BJP കൂടി കടന്നു വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.